അതും പറയാനുണ്ട്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേരെ എനിക്ക് നേരിട്ട് അറിയാം. മുഹമ്മദ് ഹുസൈനെ, അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. അതിൽ മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പമ്പടി MGM സ്കൂളിന്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് അദ്ദേഹം കിടക്കുന്ന സമയത്താണ്. ഞാനന്ന് പരിക്കേറ്റ ആ നവകേരള സദസ്സ് അടങ്ങുമ്പോൾ എല്ലാ സ്ഥലത്തും ലാത്തിചാർജും ആണ്. അപ്പൊ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. ഫോണിൽ വിളിച്ച് തല്ലുകൊണ്ട ആളുകളൊക്കെ ഇയാൾക്ക് നല്ല പരിക്കേറ്റിരുന്നു, ആശ്വസിപ്പിച്ചു. അപ്പൊ ഞാൻ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഞാനൊന്ന് വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. അത് സാധാരണ പറയാറുണ്ട്, പറ്റാവുന്ന സ്ഥലത്ത് പോവാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറെ നാളുകൾക്ക് ശേഷം ഇയാൾക്ക് തിരുമലെല്ലാം കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇതേയുള്ള ആ വെങ്ങോല പഞ്ചായത്തിലൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ MLA-യോടും അവിടുത്തെ പാർട്ടി ഭാരവാഹികളോടും ഒപ്പം അവരെല്ലാം കൂടി പറഞ്ഞു ഒന്ന് പോകണം, സാറ് വാക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞ് ആ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കണ്ടതിന് ഫോട്ടോസൊക്കെ ഉണ്ട്. അതിനുശേഷം ഇയാൾ എന്നെ 3 4 പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളൊരു പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു 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 താല്പര്യം കാണിച്ചിട്ടുണ്ട് അയാളോട്. അങ്ങനെയല്ലേ? അടികൊണ്ട് വന്ന പിള്ളേർ വരുമ്പോൾ നമ്മളൊന്ന് ചേർത്ത് നിർത്തും, തീർച്ചയായിട്ടും അത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും അവിടുത്തെ പാർട്ടിക്കാർക്കോ പബ്ലിക്കിനോ ഇതൊന്നും അറിയില്ലല്ലോ ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അല്ലാതെ ആർക്കും അത് അറിയില്ല. അത് എൻ്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല. എനിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല. ഞാനൊരു കോർഡിനേറ്ററെ ഒന്നും ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല. അതൊക്കെ ഓരോരുത്തർ ഓരോ ഇതിന്റെ അംഗമായിട്ട് ചേരുന്നതിന് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ ആളെ തൂഫാൻ പദ്ധതി പ്രകാരം അറസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അയാൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരാളെ ഇടപെട്ടു എന്നുള്ളതിന്റെ ആക്ഷേപമുണ്ടോ? അറസ്റ്റ് ചെയ്ത് ജയിലിലാണ്, റിമാൻഡ് ചെയ്തു, പ്രൊട്ടക്ട് ചെയ്തില്ല, ആരെയും ഒരാളെ പ്രൊട്ടക്ട് ചെയ്തില്ല. പിന്നെ പലരും വന്നിട്ട് ഇപ്പൊ ഗോവിന്ദൻ മാഷ് പറഞ്ഞ് എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഴുവൻ ലഹരി കച്ചവടമാണെന്ന്. പിന്നെ ഞാനൊന്നും പറയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ വീടിന്റെ ഐശ്വര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പറയണമെന്ന്. അല്ലല്ല നിക്കി എന്ന് പറഞ്ഞു നിർക്കട്ടെ. ഐശ്വര്യൻ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് വന്ന് പറയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഹരി കച്ചവടം ഒന്ന് പാർട്ടി സെക്രട്ടറി പറയാ. എന്റെ പേഴ്സണൽ സ്റ്റാഫാണോ? എന്താ ഉള്ളത്? നിങ്ങൾക്കറിയാലേ, മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ 100 ദിവസം ജയിലിൽ കിടന്നപ്പോ ഈ സെക്രട്ടറി എവിടെയായിരുന്നു? ഈ പാർട്ടി സെക്രട്ടറി പറഞ്ഞോട്ടെ. അത് പുള്ളി ഞാൻ എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ വേണ്ടി ഇത് വന്ന് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഐശ്വര്യമാണെന്ന് പറഞ്ഞു. എപ്പോഴും പറയാറുള്ളത് തന്നെയാണ്, മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ വാർത്താ സമ്മേളനം വരെ ആയുസുള്ളൂ. പക്ഷേ ഈ ആഴ്ചയിൽ ഒരു വ്യത്യാസം ഉണ്ടായി. ഒരു ദിവസം കൂടി കൂടുതൽ കിട്ടി. കാരണം എന്താ? കാരണം ബുധനാഴ്ചകളാണ് മന്ത്രിസഭാ യോഗങ്ങൾ നടക്കാറുള്ളത്. ആ മന്ത്രിസഭാ യോഗം നടന്ന് അതിനുശേഷമാണ് ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വ്യാഴാഴ്ചയായിപ്പോയി. ഇപ്പം ഇന്നലെ ഒരു അന്തംകമ്മി ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു അന്തംകമ്മി ഒരു പോസ്റ്റ് ഇട്ടിന്. എന്താണ്? മുഖ്യമന്ത്രി VD സതീശനെ പരിഹസിച്ചുകൊണ്ടാണ് ഇന്നലെ വാർത്താ സമ്മേളനം ഉണ്ടായിട്ടില്ലല്ലോ, അപ്പൊ ഇന്നലെ വാർത്താ സമ്മേളനം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പൊ ഈ അന്തംകമ്മിക്ക് അറിയില്ല ഇന്നലെ കർക്കിടക വാവായതുകൊണ്ട് ഈ പറയുന്ന സർക്കാരൊക്കെ ഇന്നലെ അവധിയായിരുന്നു അല്ലേ? സർക്കാർ അവധികളായിരുന്നു. കൂട്ടത്തിൽ മന്ത്രിസഭാ യോഗം ഇന്നലെ നടന്നിട്ടില്ല, അത് ഇന്നാണ് നടന്നത്. ഇന്ന് മന്ത്രിസഭാ യോഗം നടന്നു എന്ന് മാത്രമല്ല, ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും സംസാരിക്കുകയും കഥ തീർക്കുകയും ചെയ്തു. ഖത്തം ടാറ്റ ബൈ ബൈ അല്ലേ? എന്തൊരു ഗതികേടാണോ സഖാക്കളുടെ ഒരു ഗതികേട്. സതീശനെതിരെ ഇങ്ങനെ ഒരാഴ്ച ഇരുന്ന് പണിയെടുക്കും. എന്നിട്ട് സതീശൻ ഇപ്പോൾ സാധാരണ ബുധനാഴ്ചയാണ് വാർത്താ സമ്മേളനം നടത്തുന്നത്. ഈ ആഴ്ച മാത്രം അത് മാറി. കാരണം ഇന്നലെ കർക്കിടക വാവാണ്, അദ്ദേഹത്തിൻ്റെതായ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ പൊതു അവധിയായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം ഇന്നലെ ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല, വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ദിവസം വൈകിയാലും അതോടുകൂടി തീർന്നു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സതീശൻ എന്ന് വാർത്താ സമ്മേളനം നടത്തുന്നു എന്നല്ല, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വരെയാണ് സഖാക്കളുടെ ഈ കൃമികീടങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ആയുസുള്ളത്. വ്യാജ പ്രചരണങ്ങളും
അപവാദ പ്രചരണങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ ഈ പറയുന്ന വാർത്താ സമ്മേളനത്തോടു കൂടി അവസാനിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എം വി ഗോവിന്ദൻ, ഒരു കണക്കിന് സഖാക്കളെ, നിങ്ങൾ ഗോവിന്ദനെ ആ കസേരയിൽ നിന്ന് മാറ്റരുത് കേട്ടോ. ഗോവിന്ദൻ അവിടെ തന്നെ വേണം. ഇനി ഗോവിന്ദനെ കവച്ചു വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് നിർത്തിക്കോ. അല്ലാതെ ഗോവിന്ദനേക്കാൾ മെച്ചപ്പെട്ട ഒരാളെ ഇരുത്തരുത്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഗോവിന്ദനെ കവച്ചു വെക്കുന്ന ഒരുത്തൻ എന്ന് പറഞ്ഞാൽ ഗോവിന്ദനേക്കാൾ വലിയ പൊട്ടനുണ്ടെങ്കിൽ അവിടെ ഇരുത്തിക്കോ. അല്ലാതെ ഗോവിന്ദനേക്കാൾ മെച്ചപ്പെട്ട ഒരാളെ ആ കസേരയിൽ ഇരുത്തരുത്. കാരണം ഈ പറയുന്ന UDF ഐശ്വര്യമാണ് ഈ ഗോവിന്ദൻ എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെ ഗോവിന്ദൻ ഇങ്ങനെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്ന കണ്ടിട്ട് ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ബാക്കിൽ വരെ സ്ക്രീനൊക്കെ വെച്ച് LED സ്ക്രീനൊക്കെ വെച്ച് സ്ക്രീനിൽ ദൃശ്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് വാർത്താ സമ്മേളനം നടത്തുന്നത്. എന്താ കാര്യം? അത് മറ്റു പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ താനും അത് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെയും ഗതികെട്ട ഒരു വർഗം ലോകത്തിൽ വേറെ ഉണ്ടാകുമോ? ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഇവിടെ മറ്റൊരു കാര്യം സതീശന് വേണമെങ്കിൽ, ഈ പറയുന്ന ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഈ ആളുകളെ, ഇപ്പം ഈ പറഞ്ഞ ആളുകളെയൊക്കെ വേണമെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു, അവരെ സംരക്ഷിക്കാമായിരുന്നു. അപ്പം അവരെ ഒന്നും സംരക്ഷിക്കുന്നതിന് പകരം അവർക്ക് എതിരെ കൃത്യമായ നടപടിയെടുത്ത് അവരെ ശിക്ഷിക്കുവാനുള്ള പണിയാണ് എടുത്തത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു, ഈ പറയുന്ന മുഖ്യമന്ത്രിയുമായിട്ട് കണ്ടിട്ടുണ്ട്, മുഖ്യമന്ത്രി അവരെ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ അറിയാമായിരുന്നു. അറിയില്ലെന്നല്ല പറഞ്ഞത്. പിണറായി വിജയൻ പറയും പോലെ തനിക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ അവരൊന്നും ചെയ്തില്ല ന്യായീകരണമല്ല. തെറ്റ് കണ്ടു, പിടിച്ചു, അകത്തിട്ടു, കൃത്യമായ നടപടിയെടുത്തു, അല്ലേ? അതല്ലേ ചെയ്തത്. അല്ലാതെ ഈ പറയുന്ന ന്യായീകരണങ്ങളുമായിട്ട് ഇറങ്ങിയതല്ലോ. ആരാ പിടിച്ചത്? UDF ഗവൺമെൻറ്, രമേശ് ചെന്നിത്തലയുടെ പോലീസ്, അല്ലേ? പിടിച്ചു, അവരെ എന്താക്കി? ഇപ്പം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയിട്ട് എനിക്കറിയില്ല. ഞാൻ ആ ഫോട്ടോ ഒക്കെ, അപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുക, ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ, ഫോട്ടോ ഒക്കെ AI ആണ്. ഗോവിന്ദൻ പറഞ്ഞതുപോലെ AI ആണ് എന്നൊന്നല്ലല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് തനിക്കറിയാം, ആർജവത്തോടെ തനിക്കറിയാം. ഇതൊന്നും അറിഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നതല്ല. പിടിച്ചപ്പോൾ എപ്പോഴാണ് പിടിക്കുന്നത് ഈ തൂഫാൻ വന്നപ്പോൾ പിടിച്ച് അകത്തിട്ടു. വളരെ കൃത്യമായി നടപടി എടുക്കുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പം പിണറായി വിജയൻ്റെ ഓഫീസിലുണ്ടായ ആളുകളുടെ കാര്യം ഒന്ന് ആലോചിക്കുക. ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നൊക്കെയാണല്ലോ സഖാക്കൾ പറയുന്നത്. ശരി, പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൂവിട്ട് പൂജിച്ച ചില ആളുകളുണ്ടായിന്. പിണറായി വിജയൻ്റെ ക്യാബിനറ്റിൽ ചില ആളുകളുണ്ടായിരുന്നു, അല്ലേ? ഒന്ന് പിണറായി വിജയൻ്റെ സെക്രട്ടറി ആയിരുന്ന ഈ പറയുന്ന ശിവശങ്കരൻ. ആരായിരുന്നു ശിവശങ്കരൻ? എന്തിനാ ശിവശങ്കരൻ ജയിലിൽ കിടന്നത്? പിണറായി വിജയന് വേണ്ടി സ്വർണം കടത്തിയതിൻ്റെ പേരിൽ, അല്ലേ? ഇനി മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു, പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി, അല്ലേ? പി ശശി. ആരാ പി ശശി? കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു CPM-ൻ്റെ. എങ്ങനെയാ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പി ശശിയെ മാറ്റുന്നത്? പാർട്ടി ആഫീസിൽ പാർട്ടി വനിതാ നേതാവിനെ, അല്ലേ? അപ്പോൾ പിണറായി വിജയൻ്റെ ആഫീസിൽ ഈ പറയുന്ന ബ്ലൂ ഫിലിം നിർമ്മാണമായത് എന്നാണോ ഗോവിന്ദൻ പറയുന്നത്? കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി ഓഫീസിൽ നടന്നത് ബ്ലൂ ഫിലിം നിർമ്മാണമായിരുന്നു. പി ശശി അവിടെ ഉണ്ടല്ലോ. പിന്നെ സ്വർണ്ണക്കടത്ത് നടത്താൻ ശിവശങ്കരനുണ്ട്. പിന്നെ ഇപ്പുറത്ത് ക്യാബിനറ്റിൽ സെക്രട്ടേറിയറ്റിൽ തന്നെ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ചേർന്നുള്ള മറ്റു ഓഫീസുകൾ ആരൊക്കെയാ? തോമസ് ഐസക്, മൂന്നാറിലേക്ക് ട്രിപ്പ് അടിക്കുന്നവൻ, അല്ലേ? പിന്നെ ആരാ? ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്നു. പിണറായി വിജയൻ്റെ ആദ്യ ടൈമിലെ സ്പീക്കർ. എന്തായിരുന്നു പണി? ഞാൻ പറയേണ്ടതില്ലല്ലോ. പിന്നെ ആരുണ്ടായിരുന്നത്? KT ജലീൽ, ഖുറാൻ്റെ നടുവിൽ സ്വർണം കടത്തിയവൻ.
ആലോചിക്കണം നിങ്ങൾ. അല്ലേ അല്ലേ അല്ലേ? പിന്നെ ഈ പറയുന്ന കടകംപള്ളിയും ഈ പറയുന്ന ടീം എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം കൊള്ളക്കാരെ വെച്ചിട്ട് ഈ പറയുന്ന ഗോവിന്ദൻ അടക്കം പങ്ക് പറ്റിക്കൊണ്ടുള്ള കച്ചവടം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചുകൊണ്ട് അതായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. എന്താണ് ഇതാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇനി കേരളത്തിൽ ഇടമില്ല. എന്താ കാരണം എന്നറിയോ? കാരണം മറ്റൊന്നുമില്ല, പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം ഈ കസേരയിൽ ഇരുന്നു എന്നുള്ളത് സഖാക്കളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ തിരിച്ചടിയാ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മുഖ്യമന്ത്രിക്കെതിരെ വലിയ സന്നാഹവുമായിട്ട് ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിന് ഇടത് മാപ്രയും കൈരളി മാപ്രയും റിപ്പോർട്ടർ മാപ്രയും ഒക്കെ വന്നതാ. അല്ലേ? മുഖ്യമന്ത്രിയെ മൂക്കിൽ വലിക്കാൻ, സതീശനെ മൂക്കിൽ വലിക്കാനാണ് വന്നത്. എന്നിട്ട് അവസാനം ആരെ മൂക്കിൽ വലിച്ചു? എന്താ ഈ അവസ്ഥ? എങ്ങനെയാ അവിടുന്ന് ഇറങ്ങിപ്പോയത്? മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടക്കുന്ന മീഡിയ റൂമിൽ നിന്ന് എങ്ങനെയാ ഇറങ്ങിപ്പോയത്? സെക്രട്ടേറിയറ്റിൽ നിന്ന് നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നില്ലേ? എന്തായിരുന്നു കാരണം? എടോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു എന്നുള്ളത് സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള അതൊരു പ്ലസ് പോയിന്റ് ആണ്. അല്ലേ അല്ലേ? ആണല്ലോ. അപ്പോൾ വളരെ കൃത്യമായിട്ട് പിണറായി വിജയൻ 10 വർഷക്കാലം ഇരുന്നത് തന്നെയാണ് കേരളത്തിൽ ഇനിയുള്ള 5 വർഷക്കാലം സതീശൻ ഭരിക്കാൻ പോകുമ്പോൾ. ഞാൻ 5 വർഷക്കാലം എന്ന് പറയുന്നത് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് 5 വർഷക്കാലാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം എല്ലാ ചെറ്റത്തരവും പിണറായി വിജയൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാ ചെറ്റത്തരവും പിണറായി വിജയൻ്റെ ഓഫീസിൽ നടന്നിട്ടുണ്ട്. എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങളും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ ആഫീസിൽ നടന്നിട്ടുണ്ട്. ആ ആഫീസിൻ്റെ ഡോറ് തുറക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് തന്നെ ശശിയായിരുന്നു. അല്ലേ? ശശിയെക്കുറിച്ച് പിന്നെ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ശശിയുടെ പാസ്റ്റൊന്നും നമ്മൾ കുത്തിപ്പോക്കുന്നില്ല. അപ്പോൾ പാസ്റ്റ് കുത്തിപ്പോക്കുമ്പോൾ പിന്നെ വേറെ കുറച്ച് മരണപ്പെട്ട CPM-ൻ്റെ തന്നെ പല നേതാക്കന്മാരുടെയൊക്കെ പേരുകളിലൊക്കെ ചർച്ചകളിലേക്ക് പോകേണ്ടി വരും. അത് ഈ ശശിയുമായി ബന്ധപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് ഒരു 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 സെൻസർ ചെയ്യപ്പെടേണ്ട ഒരു ചർച്ചയായതുകൊണ്ട് തന്നെ അതിലേക്ക് പോകുന്നില്ല. നിങ്ങളൊന്ന് നോക്കൂ, കേരളത്തിൻ്റെ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് കൈരളി മാപ്രയുടെ മനസ്സിൽ, ദേശാഭിമാനി മാപ്രയുടെ മനസ്സിൽ, റിപ്പോർട്ടർ മാപ്രയുടെ മനസ്സിലൊക്കെ എന്തൊക്കെ കുരുപൊട്ടി സന്തോഷം കൊണ്ടാണ് അവിടെ പോയത്. ഇന്ന് ഞങ്ങൾ സതീശനെ അടിച്ച് നിലം പരിശാക്കും. ഇതാണ് ഗതികേടെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും VD സതീശൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സഖാക്കൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ പറയുന്ന കേരളത്തിലെ പിണറായി വിജയൻ്റെ കുഴലൂത്തുകാരായിട്ടുള്ള മാപ്രകൾക്കും മനസ്സിലായിട്ടില്ല സതീശൻ ആരാണ്, സതീശൻ എന്താണ് എന്ന്. അയാൾ കൃത്യമായി എല്ലാ കാര്യങ്ങളും വളരെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് അയാൾ അങ്ങോട്ടേക്ക് വരുന്നത്. അത് കൃത്യമായ നടപടികളുമായിട്ട് തന്നെയാണ്. എല്ലാത്തിനും അയാളുടെ കൈകളിൽ കൃത്യമായ കാര്യകാരണങ്ങളും അതിനുള്ള ഒന്നിനും ഇപ്പോൾ നിങ്ങൾ അയാൾക്ക് വേണമെങ്കിൽ നിഷേധിക്കായിരുന്നു, ഇതൊക്കെ AI ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറയായിരുന്നു, തനിക്ക് അവരെ അറിയില്ലായിരുന്നു എന്ന് പറയായിരുന്നു. ഗോവിന്ദൻ അങ്ങനെയാണല്ലോ പറയുന്നത്, എല്ലാം AI ആണെന്നല്ലേ പറയല്ലേ, പച്ചക്ക് നുണ പറയല്ലേ ഗോവിന്ദൻ എത്ര തവണ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥ ചിത്രങ്ങളൊക്കെ AI ആണെന്ന്. അത് AI ആയിട്ടാണോ? അല്ലല്ലോ. അപ്പം അതുപോലെ സതീശനും പറയായിരുന്നല്ലോ. അയാൾ പറയുന്നില്ല എന്ന് മാത്രമല്ല, അറിയുന്ന ആളുകളായിരുന്നിട്ട് പോലും ഒരു കൺസിഡറേഷനും നൽകിയില്ല എന്നുള്ളതാ. കൃത്യമായ നിയമ നടപടികൾ അവർക്കെതിരെ എടുത്തു. ആർജവമാണ്, നട്ടെല്ലാണ്. അത് അയാൾ ആർക്ക് മുന്നിലും പണയം വെക്കില്ല. എന്നിട്ടല്ലേ ഈ പറയുന്ന ഗോവിന്ദനും ഈ പറയുന്ന പിണറായി വിജയനും